വിഷമിക്കണ്ടോ വേലായുധ. എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ. ഇതൊക്കെ ആ മുഖ്യമന്ത്രി അവരാജന്റെ പണിയാ. ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വളരെ ശരിയാണ്. ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണൂ. അധികാരം മുഴുവൻ മുഖ്യന്റെ കയ്യിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള ശ്രമമാണ്. ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാൻമാരോട് രാജിവെക്കാൻ പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി. പകരം മുഖ്യന് ഓശാന പാടുന്നവനെ കയറ്റിയിരുത്താനായിരിക്കും. നടക്കുകയല്ല, രാജിവെക്കേണ്ടത് അയാളെ അവറാച്ചൻ. രാഷ്ട്രീയത്തിൽ 18 പഠിച്ച എന്റെ അടുത്ത് അയാളുടെ കളി. എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയുവാ മേനോൻ സാർ ഈ നിലയിലെത്തിയത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താൻ ഇടയുണ്ടെന്ന്. ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി അവരാച്ചൻ രാജിവെക്കണം. പകരം മേനോൻ സാർ മുഖ്യമന്ത്രി ആകണം. ഞാൻ ഉദ്ദേശിച്ച ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്ന് മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അതെ, തർക്കമെന്ത്? മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നയി മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല. പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിനെ പറയൂ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ? ആ സംശയം എനിക്കുണ്ട്. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? അല്ല, എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ട് ചോദിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാൾ അവിടെ ഇരിക്കുക. മേനോൻ പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് രാജിവെക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യൻ രാജിവെക്കണമെന്ന് തന്നെ. എന്നിട്ട് വേണം മേനോൻ അതിൽ കയറിയിരിക്കാം. അതെ തോമിച്ച, 25 കൊല്ലമായിട്ട് MLA-യും പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് ഞാൻ. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട. എന്റെ പേരിൽ ആരോപണങ്ങളേ ഉള്ളൂ. പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും നടത്തിയ അഴിമതികളുടെ വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അയ്യയ്യേ, നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ? പ്രതിപക്ഷം. ഇനി ഒരൊറ്റ തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാ കേരളം ബംഗാള് പോലെയാവും. താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ദിവാകരത്താനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ. ഈ മുഖ്യൻ ഈ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ KDF അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച ദേ കൺവീനറെ, ഇതൊക്കെ പത്രക്കാരെയും TV-ക്കാരെയും വിളിച്ച് സർക്കാരിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും. പേടിപ്പിക്കല്ലേ, എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ. അവറാജ, അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ സുഖമായിട്ട് ഇരിക്കാമെന്ന് കരുതണ്ട. മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചേ ഞാൻ അടങ്ങും. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചോ, മക്കളെ നീക്കളെ സൂക്ഷിച്ചോ. തന്നെ ഞങ്ങൾ എടുത്തോളാം. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചോ, മക്കളെ നീക്കളെ സൂക്ഷിച്ചോ. വിദ്യാർത്ഥികളെ തെരുവിലിറങ്ങി കളിക്കാൻ നോക്കണ്ട. സർ, യൂത്തിനിങ്ങനെ പ്രതിഷേധയാതെ നമുക്ക് റൂട്ടൊന്ന് ഡൈവേർട്ട് ചെയ്താൽ. ഇതിനാ അല്ല, എടോ, മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നിൽ നടക്കണം? അവരെ മാറ്റോ? ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ദിവസം കൊള്ളാം. എല്ലാം നേരിട്ടുണ്ട്, മനസ്സിലാക്കട്ടെ. പ്ലീസ് നിർത്തൂ പ്ലീസ്. ദയവ് നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും. മേനോനെ മൂരാച്ചേ രാജിവെച്ചു പുറത്തു പോകും. വണ്ടി ഇവിടെ വരട്ടെ. ആ കടന്നു വരുന്ന ആളത്ര ശരിയല്ല. സാർ, അക്രമം അഴിച്ചുവിടാൻ വന്നവരല്ല ഞങ്ങൾ. മന്ത്രിയുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഹലോ, കൺട്രോൾ റൂം, CA വിജയൻ ഹിയർ. വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തൊക്കെ കയറാൻ പോണത്? നിങ്ങൾ എന്തിനാ എന്റെ വഴി തടയുന്നേ? വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. ബോംബെറിഞ്ഞതിന്റെ പേരിൽ നിരപരാധികളെ പിടിച്ച് അത്തിട്ടിരിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം. അയാൾക്കെതിരെ സമരം ചെയ്യണം. ഓ, അവനെയും കൊണ്ടുവാ. നിങ്ങളുടെ അധികാര മോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ കരുവാക്കാൻ നോക്കണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല, അക്രമങ്ങൾ അഴിച്ചുവിടില്ല. അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.
ഇവനാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞവൻ. 3rd റേറ്റ് ഗുണ്ട വിക്ടർ സാമുവൽ. മന്ത്രി പറയണം ഇവൻ ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി ബോംബെറിഞ്ഞ് എന്തിനാണെന്ന് ഇവൻ പറയും. ആര് പറഞ്ഞിട്ടാന്ന് ഇവൻ പറയും. കത്തിക്കട കോലം. പെർഫെക്റ്റ് കോലം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. എത്ര നേരായി നടുറോട്ടി കിടക്കുന്നു. അടിച്ചു മാറ്റമില്ലാത്ത വയലിനായിട്ട് താനും തൂക്കിക്കോളൂ. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം. കോലം കത്തോട് രസിക്കുക. അടിച്ചോടിക്കൊള്ളാതെ നമുക്ക് നിൽക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്കൂ. വേഗം ഓടിപ്പോടോ. ആ പയ്യൻ കൊള്ളാവല്ലോ. അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. നല്ല ഉശിര് അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ? താൻ അറിയോ അയാളെ? അറിയും. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോന. ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി. അവന്റെ ചോറ് ഇവിടെയും കൂർ അവിടെയുമാണ്. അവൻ നിൽക്കുന്നത് മുഖ്യന്റെ ചേരിയില്ല, താമസിക്കുന്ന മേനോൻ സാറിന്റെ വീട്ടിലും. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ. നിർത്തിക്കോ. മുമ്പിൽ വീടാ, ഇനി പോവില്ല. അയ്യോ, ഇതെന്ത് പറ്റിയടാ? അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാജി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത്. ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ അമ്മ? അത് നിന്റെ അച്ഛനല്ലേ? ഞാനത് നിഷേധിക്കുന്നില്ല. കാശ് കൊടുത്ത് ഇടിപ്പിച്ച പോലെ പോയി. എന്നാ ഐഡിയത്? അയ്യോ ഏട്ടാ, ഇത് എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, ഒന്നും. അയ്യോ, നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട. ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ശാശ്വതമല്ല. Every dog has a day. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പാ. ഓ, എനിക്ക് വേണ്ടമ്മാ. ഇത് VIP-കളുടെ ടേബിളല്ലേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വിഹിതം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങാനാ യോഗം. ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങണത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് പറയാ. ഞാൻ പറയൂടി, രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്. അതിലും വേണം എന്റെ ചക്രം. അതെ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നതല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കാശാ. അതിൽ എനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിക്കും. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയാം. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. അച്ഛൻ അവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? എവിടെ നിൽക്കാനാ? എനിക്കെതിരെ ആഞ്ഞടിക്കാൻ ആ മുഖ്യനവനെ കരുവാക്കിയിരിക്കുക. ആരോപണം ഞാൻ നിഷേധിക്കുന്നു. ഇവൻ എന്റെ മോൻ തന്നെയാണോ അതോ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ് ഇറങ്ങി പോരുന്ന. ഇത് അനിൽ മുഖർജി, നമ്മുടെ പെപ്കോ കോള കമ്പനിയുടെ CEO. ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ശരി. ദിസ് ഇസ് മൈ കോ ബ്രദർ കളക്ടർ ഗോപിനാഥ്. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛാ, ഇവരൊരു പുതിയ പ്ലാന്റ് കൂടി ഓപ്പൺ ചെയ്യുന്ന വിവരം. അയ്യോ, അത് ഉടനെ വേണോടാ. ഇപ്പൊ തന്നെ കോട്ടപ്പുറത്ത് കുടിവെള്ളമില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ മുറവിളി കൂട്ടുക. ഇനിയിപ്പോ 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭജലം വലിച്ചെടുക്കുന്ന പുതിയ പ്ലാന്റ് കൂടി തുറന്നാൽ ജനവിളകും. അതൊക്കെ ആരറിയാൻ പോകുന്ന വെച്ചാ, കുടിവെള്ള ക്ഷാമത്തിന് സർക്കാർ ചെലവില് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിക്കും. എന്നാലും അല്ല അച്ഛാ, പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു 2 കോടി രൂപ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ട്. അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ പണം പിൻവലിച്ച് തിരിച്ചു കൊടുത്തേക്കാം. അത് വേണ്ട. പിന്നെ ആ വ്യവസായ മന്ത്രി ദിവാകരന് ഒരു തുക കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക്. കൺഫേം. താങ്ക് യു.
എല്ലാം കേട്ടു, ഒന്നും നടക്കില്ല. ഗുഡ് നൈറ്റ്. അല്ല അതെ, നാളെ ഒരു വഴിതടൽ സമരമുണ്ട് KK റോഡില്. ബഹുമാനപ്പെട്ട മന്ത്രി അച്ഛൻ അതുവഴിയൊന്നും വന്നേക്കരുത്. പിന്നെ മന്ത്രിയുടെ കാറ് മാൻ തടഞ്ഞു എന്നും പറഞ്ഞ് രാത്രി ഉണ്ണാൻ വന്നിരിക്കുമ്പോ എന്റെ കഞ്ഞിൽ പാച്ചിടാൻ വന്നിട്ടുണ്ടല്ലോ. കഞ്ഞി കുടിച്ചിട്ടേ പോകുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു IPS കാരൻ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പൗത്രം പറഞ്ഞപ്പോ താനായിരിക്കും ഞാൻ കരുതിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ഒന്നും പ്രാവശ്യം ഒഫീഷ്യലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? സർ, അളിയൻ കാണാൻ വന്നിട്ടുണ്ട് സർ. വെയിറ്റ് ചെയ്യാൻ പറയും സർ. അളിയൻ ന്യൂസൻസ് കണ്ണി കണ്ട് ചെമ്മാനും ചെരുപ്പൂത്തിയെ കണ്ട് കളക്ടറെ കാണാൻ എത്തിക്കോളൂ. ബന്ധവും പറഞ്ഞു. അതെ, സാർ അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോ. നമ്മൾ എത്ര നാളായിട്ട് സമരം ചെയ്യാം, പക്ഷെ ഗവൺമെന്റ് അവരുടെ കൂടിയാണ്. ഇന്നും കൊണ്ടൊരു പട കുടുംബത്തിന്റെ ശാപമാ. അല്ല, ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം മാനം കെടുത്താനായിട്ട്. ആളെനിക്കറിയാം. 2-3 വട്ടം ശരിക്കൊന്ന് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ശരി, അവിടെ നിൽക്കട്ടെ. ഇന്ന് കാലം കഴിയുമ്പോൾ താനേ അങ്ങ് പോയിക്കോളും. ഐ എം സോറി. ടീയോ കോഫി? കോഫി 2 കോഫി. ഈ സർക്കാരിന് നക്കാപ്പിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്. കൊറേ നേരമായല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ. ഒരു നാടിനും കൂടി വേണ്ടിട്ടല്ലേ, കുഴപ്പമില്ല. അളിയാ, അളിയാ എന്നെ മറന്നു അല്ലേ? 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയാ, ഇത് ശാരി. അളിയനും മച്ചമ്പയൊക്കെ അങ്ങ് വീട്ടില്. കോൾ മീ സർ. സാർ, ഞാൻ ഇവരുടെ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാ. കുടിവെള്ളത്തിൽ കാഡ്മിയം അടങ്ങി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നീ ആരാ? എന്താ പ്രശ്നം? ഈ കോള കമ്പനി തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ. കോള ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ഇല്ലാത്ത നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ എടുക്കും തോറും കുറയുന്നല്ല നമ്മുടെ ജലസ്രോതസ്, മനസ്സിലായോ? തൽക്കാലം കുടിവെള്ളത്തിൽ ഏർപ്പാടൊക്കെ ചെല്ലാം. വയ്ക്കോ. പിന്നെ ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ ഒന്ന് നേരി കാണാൻ പറ്റുന്ന പോലും വരില്ല. മനസ്സിലായല്ലോ? സാർ, ഈ IAS എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വിരിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്, ജനസേവനത്തിന്. നേരത്തെ പറഞ്ഞില്ലേ ചില പീറ രാഷ്ട്രീയക്കാരെന്ന്? അവരോട് ഇടപെടണമല്ല, എന്നോട് ഇടപെട്ടാണ്ടല്ലോ. അളിയൻ കളക്ടറായിരിക്കുമ്പോൾ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റ്. ഞാൻ കാരണം നിങ്ങളുടെ കാര്യം കൂടി. സോറി. ഉദ്ഘാടനം തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് മുന്നിൽ വെച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്താ പ്രശ്നം? ഉണ്ണി, ഈ ഉദ്ഘാടനം മുടക്കരുത്. ഞാനല്ലല്ലോ മുടക്കുന്നത്, കോടതിയല്ലേ. എക്സ്ക്യൂസ് മീ. ഇനി ഒരു ഉത്തരവുണ്ടാവുന്നവരെ കമ്പനിയുടെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ. മന്ത്രിക്ക് മേൽ പരിന്തും പറക്കില്ലെന്ന് സാർ കരുതിയെങ്കിൽ തെറ്റി. ലെജിസ്ലേറ്റീവിനേക്കാൾ പവർ ജുഡീഷ്യറിക്കാ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷെ അതിവിടുത്തെ മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തയ്ക്കും തീരെ എഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ്, അത് പെപ്കോ കോളയുടെ ഔദാര്യമല്ല. ദേ വരുന്ന എന്റെ ഒരേ ഒരു സൽപുത്രൻ. നാട് ഭരിക്കുന്ന മന്ത്രിയൊക്കെ നാട് ഭരിച്ചാലല്ലേ തിരക്കറിയാൻ പറ്റും. അല്ല, ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയോട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ ASP ഒരു ബിസിനസ് എന്ന്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ? ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്രൻ സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ.
ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ടാ. പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിന് പിന്തിരിയല്ലേ ബുദ്ധി. അതല്ലേ നല്ലത്. പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിലിടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഒരു ആങ്ങള. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ടാ ഡീല്. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു IPS കാരനെ ആവശ്യം. എനിക്കൊരു മന്ത്രിയെ, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്. അയ്യോ, ഞാനില്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറാ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കണ മകനെ. വാ മോളെ. നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനാ വേഷം കിട്ടില്ല? മോളാത്തേക്ക് അച്ഛന്റെ വെറും നേരം പൊക്കളല്ലേ ഇതൊക്കെ. ചുമ്മാ അമ്മേ. ആ, അപ്പൊ ഇറങ്ങല്ലേ. അവിടെ ASP മോൻ പോവാൻ ധൃതി കാണിക്കണു. ചെല്ല്. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ, വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല, പറഞ്ഞു കൊടുക്കുക സാറേ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്താ അത്ര ഭ്രമമെന്ന്. ദേ, ഒരു IPS കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS കാരന്റെ IPS കാരന്റെയും സേവനം. അയ്യോ, അതോർത്ത് സാറ് സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നതുകൊണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനുട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്കുക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ ഇത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താ അവിടെ നോക്കട്ടെ, എവിടുന്ന ഇത്? ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിനെ വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ. സർ, ഇതാണ് ആ ഫോൺ. പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതാണത്. സർ, പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട് ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാധരന്റെ ഫോണിലേക്കായിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ. അത് മാത്രമല്ല സാർ, മണിമലയാർ ഡാം അഴിമതി കേസിൽ 2 വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല. തനിക്കിതൊന്നും ബാധമല്ല എന്ന മട്ട മേനോനുള്ളത്. ഇപ്പൊ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ തന്റെ അച്ഛനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക? അച്ഛൻ ശിക്ഷിക്കപ്പെടണമെന്ന് ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല, ഞാനും. പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം സാർ. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവർ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത്. ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം. തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം. ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റം അച്ഛനുണ്ടായാൽ. അല്ലേ സാർ? കൂടുതലൊന്നും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനില്ല. നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ സർ. ഹർഷം വരുന്നു. അച്ഛാ, മുഖ്യമന്ത്രിയുടെ ഓർഡർ കൈ കിട്ടി അല്ലേ? അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മരുമകന് ഡ്യൂട്ടി. അവറാച്ചൻ കളിക്കട്ടോ, കളി അവിടെ വരെ പോകുന്ന കാണാം നമുക്ക്. അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി ജോസ്പേട്ടൻ കോടതി വെയിറ്റ് ചെയ്യാ. നീ എങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത്? കാറിൽ ഫോളോ ചെയ്താൽ മതി. കാറിലോ? എന്റെ പട്ടി വരും. പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ട് തന്നെ എന്നെ കൊണ്ടുപോകണം. അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലി ചതയ്ക്കണം, മുടുമുണ്ട് വലിച്ചു പറിക്കണം. പിന്നെ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം.
ഇതൊന്നും നീ ചെയ്യണ്ട, പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാ മതി. അയ്യോ ഓ ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രവത്തി ഇല്ലേ? എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കേൾക്കുന്നത്? ഗുരു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അനുഗ്രഹമൊക്കെ അവനോട് വാങ്ങിച്ചാ മതി. അയ്യോ. ഈ മേനോൻ സാറിന്റെ ബുദ്ധി. കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കാം. ജയ് പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. നടക്കണം സാർ. പിടിച്ച് തള്ളണോ? എന്ത് പോക്കറ്റമാണ് കാണിക്കുന്നത്? ഒരു മിനിസ്റ്ററല്ലേ അദ്ദേഹം? വീട്ടുകാരെ അനാവശ്യം കാണിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. ഇത് ചീഫ് മിനിസ്റ്റർ ഓർഡർ. ഓർഡർ നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി ബാലഗംഗാധര മേനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ. ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന് കോടതി ജാമ്യം അനുവദിച്ചു. എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. അവറാച്ചൻ എന്തായി പറയുന്നേ? ഒന്നും പറയണ്ട, സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി പി.കെ. എബ്രഹാം രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറുടെ ശുപാർശ. അവറാച്ചൻ രാജിവെച്ചൊഴിഞ്ഞാ പോരെ? മന്ത്രിസഭ പിരിച്ചുവിടേണ്ട വല്ല കാര്യമുണ്ടോ? പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാളത്തെ പത്രവാർത്തകളെയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരള നിയമസഭ പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് ഉടൻ. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല. അതെന്താ? KDF-ന് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് കരുതിയിട്ട്? അല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇല്ലടോ, എനിക്ക് മടുത്തു. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തൊമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രി ആവാൻ. ഞാനോ? എന്താ ഈ പറയണേ? എക്സ്ക്യൂസ് മീ സർ. വാ. എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ? അപ്പൊ അച്ഛൻ? എടോ, മേനോന്റെ പേരിൽ അഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് തുടങ്ങിക്കോ. ഒരു MLA ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജയിച്ച് MLA ആവുമ്പോ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ കൂടെ നിൽക്കണേ. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. എന്റെ അമ്മയുടെ സത്യം.
77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമെടുക്കാനാ. മൈക്ക് അനൗൺസ്മെന്റ് അല്ല, മൈക്ക് അനൗൺസ്മെന്റ്. അതന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ? ഇവന് നീ എന്റെ മാനം കളയരുത് ഈശ്വര. ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇല്ല ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് അരിവാൾ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, KDFന്റെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം, ഒന്നും മിണ്ടാണ്ടിരിക്കും, അതെന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ഇളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും, ഉറപ്പാ. അത് ശരിയാ. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചവടോ കുഴൽ പണമോ. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി. അയ്യോ ദേ അങ്ങോട്ട് കൊടുക്കടി. വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛനെ കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കൂ. അതുമില്ല. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. ഇവിടുന്ന് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ അമ്മയുടെ. അല്ലമ്മേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ ആട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ, അതെന്തിന്? വെളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി 2 പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നതാണോ കേടു? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ 2 എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ 2 മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 3 ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 2 ലക്ഷം അബ്കാരി നമ്പീശന്റെ വക. ഇത് 1 ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ പറയണം, താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന്. ജനാർദ്ദനൻ പിള്ളയ്ക്ക് 10 ലക്ഷം, മേനോൻ സാറിന് 20 ലക്ഷം അല്ലേ? സത്യമാണെന്ന് നുണ പറയല്ല. പണം പിടിച്ചു. താങ്ക് യു ചാണ്ടിച്ചൻ.
കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? ടി വിയിൽ വരുക. കേട്ടല്ലോ, ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചൻ നന്ദി 5 ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷൻ ഏൽപ്പിച്ചുകൊള്ളുന്നു. ഞാൻ സമ്മതിക്കൂല. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷന് കൈമാറുന്നു. ജയ് ഹിന്ദ്. പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61, ജനപക്ഷ മുന്നണി 59 സീറ്റ് നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണിത്തീരാറായോ? ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 4612 വോട്ടിന് അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത CM അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF-ൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി P. കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. KDF-ന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. സോറി, ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആവർത്തിച്ചാൽ വെറും വാചക കസർത്ത് നടത്തുന്ന ഒരു ഹോമിൻസ്ട്രൈ പോകും ഞാൻ. പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള സാവകാശം തരൂ. അപ്പൊ പിന്നെ കാണാം. സാർ പറഞ്ഞില്ലേ കറപ്ഷൻ ഇല്ലാത്ത ഓഫീസേഴ്സ്? DYSP അനന്തരാഘവൻ, SI പ്രതാപ് വർമ്മ. സാർ പ്ലീസ് കം. നമസ്കാരം സാർ.
എക്സ്ക്യൂസ് മീ സാർ സാർ ഈ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കൂ. ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. 5 കൊല്ലം ഞാൻ ഇവിടെ ഉണ്ട്. അതെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? എന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ വിങ് എന്ന പേരിൽ സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം സർ. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. എന്നെക്കാൾ ഉയർന്ന റാങ്കുള്ള എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം സാറുമായിട്ട്. പണ്ട് ലാത്തി ചാർജുകൾക്കിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തിയുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ സാർ? അതല്ല സർ. പിന്നെന്താ സാർ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. സാർ ഇനി എന്നെ സാറേന്ന് വിളിക്കരുത്. ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി. നാവ് അങ്ങനെ വഴങ്ങും സാറേ. ഗുഡ് മോർണിംഗ്. അയ്യർ സാർ, ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ DG-യോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് നെസസറി സ്റ്റെപ്സ്. ഓക്കേ സർ. ഓക്കേ. ഷുവർ സർ. ഹലോ, ഞാൻ പൗത്രനാ. നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ TV-യിൽ കണ്ടു. ഒരു യുവാവ് ഹോം മിനിസ്റ്ററായിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ. ആരുടെയെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയല്ല ഞാൻ മന്ത്രിയായത്. പിന്നെ ഞാൻ നിന്റെ പെങ്ങടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നു? ഇവിടെ ഇപ്പൊ തേങ്ങയിടിയിൽ നടക്കുക. ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒരു 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവരെ നിക്കട്ടെ കാവലിന്. അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ്. അവർക്ക് വേറെ ജോലിയുണ്ട്. മിസ്റ്റർ പൗത്രന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യാ. പയ്യനല്ലേ, അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണമൊക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ, വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കൂ. സാറിന്റെ ലേഖനം അപാരം. ഇനി അങ്ങോട്ട് ശുക്രദേശയാ. തട്ട് ചെണ്ടയ്ക്കും തുട്ടുപാരാർക്കും. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും. ഇരിക്കേ അച്ഛാ, ഒരു മിനിറ്റ്. അനുഗ്രഹം മേടിക്കാനായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛൻ അവിടെ ഇരിക്കേ. ഇത് മന്ത്രിയുടെ കസേരയല്ലേ? ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് കയ്യിൽ നിന്ന് പോയി ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ? ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്. നമുക്ക് ആരോഗ്യമൊക്കെ നോക്കണ്ടേ? അതെ അതെ, മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ. അച്ഛൻ ഇനി കുറച്ചു നാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടെ. അമ്മേ, ഞാൻ ഓഫീസിൽ എത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിൽ ഒരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ? എന്തിനാ സാർ എന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി നടക്കത്തില്ല. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ? CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സർ, കളക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സാർ. കുറച്ചേരം കൂടി വെയിറ്റ് ഇട്ടയ്യർ സാറേ. ഓക്കെ സാർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, M.Com LLB, എന്റെ PA. അയ്യോ, അപ്പൊ ഞാനോ? താൻ വേറെ 8ാം ക്ലാസ്സും കുസ്തിയില്ല. പോസ്റ്റ് എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരികെ അങ്ങോട്ട് അവിടെ വിശ്വസിക്കില്ല. അതെന്റെ കുറ്റമല്ല. ഞാൻ എന്ത്? താനെന്തെങ്കിലും ചെയ്യും. ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്. താനെന്താണ് ഇവിടെ? മിനിസ്റ്റർ. ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്. പക്ഷെ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കേ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ഞാൻ കാത്തു നിൽക്കുന്നേ. എന്തൊരു തിരക്കായിരുന്നളിയാ. കേറിയപ്പോ തന്നെ ഇങ്ങനെ ഫയലിലേ. അളിയനും അച്ചമ്മയ്ക്കും വീട്ടില്. ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്. കോൾ മീ സർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സർ. എന്തായാലും വിളിച്ചു പോയില്ലേ, ശീലായിക്കോട്ടെ. കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് ദ കളക്ടർ ഷെഡ്യൂൾഡ് അറ്റ് ടുമോറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമോറോ. സർ. സാറിന്റെ അമ്മായച്ചനല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. ആള് സ്ട്രൈറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്. വിട്ടോ എന്തൊരു സ്ട്രിക്റ്റ്. മിസ്റ്റർ DGP, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്ററെ കാണുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? Mr. Harshan, don't you know as per protocol you have to salute your superiors? Salute the Home Minister. Sir. That's it. Keep it up.
അമ്മേ എന്താടി ഏയ് ഇരിക്കിരിക്കേ ബഹുമാനൊക്കെ ഓഫീസിൽ മതി. ആര് ബഹുമാനിക്കുന്നു നിന്നെ? ഓ, ഒരു മന്ത്രി. ഞങ്ങൾ കുറെ മന്ത്രിമാരെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളതാ. അച്ഛൻ മന്ത്രിയായിരുന്നപ്പോ വീട്ടു സാധനങ്ങൾ വാങ്ങുന്ന തൊട്ട് അടുക്കളപ്പണി വരെ ചെയ്യിച്ചിട്ടുണ്ട് നിന്റെ ഈ പോലീസുകാരെ കൊണ്ട്. അല്ല പെങ്ങളെ, അച്ഛനെ ഇങ്ങനെ വഴക്ക് പറയാനായിട്ട് എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായേ? അച്ഛൻ ഇപ്പൊ മന്ത്രിയല്ലെന്നും പറഞ്ഞ് അച്ഛന്റെ മെക്കെട്ട് കയറിയണ്ടല്ലോ. ഒരു മകൻ എന്നല്ലേ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോടാ പറഞ്ഞത്. നിന്റെ 5-6 പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്നോർത്തോ, തുമ്മിയാ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ IPS പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്ത് IPS കാരനായാലും ഒരു മന്ത്രിയെ കണ്ടാ ദാ ഇങ്ങനെ നിക്കണം. അതാണ് കുഴപ്പം. സംശയം ഉണ്ടെങ്കിൽ AS പെളിയനോട് ചോദിച്ചോക്ക്. എന്റെ പവിയളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വന്നോ? ആ, എവിടെയായിരുന്നു? ഞാൻ നിന്നോട് 2 ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ? ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞ അതിന്റെ മോശം നിങ്ങൾക്കല്ലേ അളിയന്മാരെ? എന്താ AS പെളിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശോ, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക് ഓഫീസ് വേറെ വീട് വേറെ എന്ന്? എന്നെ മന്ത്രി കസേരന്ന് എഴുതിപ്പിച്ചു വിട്ട എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നേപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം, പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ? എല്ലാരും പോവാണോ? എടോ, ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. 3 സെൻട്രൽ ജയിലുകളിലും ഹൗസ്ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ? പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടണത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലി. MLA-മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം. അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട. നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു എന്ത് മാരണാവോ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പോണേ. ഈ കസേര പോകുന്ന തോന്നണേ. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് ഇലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നു. പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട്. രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ 5 നക്ഷത്ര ഹോട്ടലുകളാണ് ഇതെല്ലാം, 9 എണ്ണം. ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണിതെല്ലാം. ഏകദേശം 100 കോടിയോളം ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം. ഒന്ന് നിർത്തണം. ലൈറ്റ് ഓൺ ചെയ്യ്. താൻ എന്തിനുള്ള പുറപ്പാടാ? സാർ, ഇതുപോലെ 100ഓളം പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 25ഓളം പേർ രാഷ്ട്രീയ പ്രമുഖരാണ്. മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛന് പങ്കാളിത്തമുള്ള ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സാർ ലിസ്റ്റിൽ. ഏകദേശം 1500 കോടിയിലേറെ നമുക്ക് ഖജനാവിൽ നിറക്കാൻ കഴിയും. അത്തരം പറയലടോ ആഭ്യന്തര മന്ത്രി. ഇവരെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. മന്ത്രിസഭ നിലനിർത്താനും MLA-മാരെ ചാക്കിട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിന് കോടികൾ വാരി വിതറാൻ കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് ആണ് ഇവരൊക്കെ. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ആഞ്ഞടിക്കാൻ നീ ആരാ? കൊടുങ്കാറ്റോ അതോ കത്രീനയാ? സാർ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. കോടതിയും നിയമവും മന്ത്രിസഭയും ഒക്കെ വിലക്ക് വാങ്ങാൻ ആസ്തിയുള്ളവരായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട. സാറിനൊരു കാര്യം അറിയോ? നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്ര കോടികളുടെ ആസ്തിയുണ്ടെന്ന്? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ഭൂസ്വത്തുണ്ടെന്ന്? ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ കഥ ഞാനൊന്ന് വിവരിക്കാം സാർ. ലൈറ്റ്സ് ഓഫ്. എന്ത് സാറിന് കാണണ്ടേ? നിർത്തടോ. കേരളം ഭരിക്കുന്ന ആ മുഖ്യമന്ത്രി ഞാനല്ലേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യർ സാറേ, സാർ അതുകൊണ്ട് കൊണ്ടുപോവാ. അടുത്ത മാരണം. വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് എന്റെ ചർച്ചയ്ക്കായി മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച സാറും സാറിന്റെ PAയും അമേരിക്കയിലേക്ക് പറക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കുള്ള വിസയും ടിക്കറ്റും. ദിവാകരൻ സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നോട്ട് ചെയ്തോളൂ. കിഴപ്പള്ളി സാർ ഒന്ന് സൈൻ ചെയ്യണം. പ്രതാപ്, ടേക്ക് ഇറ്റ് സർ.
Mr. Pavitran, we want search your office. എന്താ ഇതാ സെർച്ച് വാറന്റ്. Take a look. ആ ലോക്കറിന്റെ കീ എടുക്ക്. ലോക്കർ തുറക്ക്. എന്തായി? അതിനകത്ത് കുറച്ചെങ്കിലും വെച്ചേക്കണേ. പാടൂ. പ്രസാദ് വധക്കേസിൽ ഒന്നാം പ്രതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും രണ്ടാം പ്രതിക്ക് ഒന്നാം പ്രതിയുമായുള്ള ബന്ധം സംശയാതീതമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലും രണ്ടാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. ലക്ഷ്മി, ലക്ഷ്മി, അറിഞ്ഞോ നീ? ഞാൻ കേസ് ജയിച്ചടി. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യായി. പത്രക്കാരുടെയും ടി വിക്കാരുടെയും മുമ്പിൽ വെച്ച് നിന്റെ പുന്നാരമോൻ വീരവാദം മുഴക്കിയതല്ലേ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞോളാമെന്ന്. നീ ചെന്ന് പറയടി അവനോട് രാജിവെക്കാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തായിരുന്നടി, അധികാരം കയ്യില്ലാത്ത എന്റെ ഭ്രാന്ത്. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതുവരെ മന്ത്രിയായി കൊതി തീർന്നില്ലേ? ഇല്ല, എന്റെ ഏറ്റവും വലിയ ലഹരിയാ അധികാരം, മന്ത്രിസ്ഥാനം. മനസ്സിലാവില്ല നിനക്കൊന്നും. എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം, മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം. നിനക്കറിയോ, അധികാരം നഷ്ടപ്പെട്ടത് മുതൽ മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വീണ്ടും മന്ത്രിയാകുക എന്നുള്ള എന്റെ ഒരു വാശിയാടി. നീ അവരോട് വാക്കുപാലിക്കാൻ പറയടി. ഇതൊക്കെ നേരിട്ട് ചെന്ന് പറഞ്ഞാ മതി. എന്താ നിനക്ക് പറഞ്ഞ? എന്നെ കൊണ്ട് പറ്റില്ല, അത്ര തന്നെ. ഓ, മന്ത്രിസ്ഥാനം പോയതോടെ നിനക്കും എന്നെ വേണ്ടതായില്ലേ? എന്നെ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പൊയ്ക്കോ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക്. ബാക്കിയുള്ള ജീവിതം മോന്റെ കൂടെ തന്നെ അവിടെ. എന്താ അച്ഛ ഇങ്ങനെ? അച്ഛനൊഴികെ ഈ നാട്ടിലെല്ലാവരും വാനോളം പുകഴ്ത്ത ഏട്ടന് ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയതിൽ അഭിമാനിക്കുക. മക്കൾ തങ്ങളെക്കാൾ വലുതാവണമെന്ന് എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. പക്ഷെ അച്ഛൻ അസൂയ, മകൻ തന്നേക്കാൾ വലുതാവുന്നുള്ള എന്റെ അസൂയ. ഇല്ല, അവൻ രാജിവെക്കില്ല. അവൻ രാജിവെക്കുമെന്ന് കരുതിയ നമ്മളാ മണ്ടന്മാർ. ചക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത്. അധികാരത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അച്ഛന് വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ലവൻ. സ്വന്തം കുടുംബത്തിൽ വരെ റെയ്ഡ് നടത്തി അവൻ പ്രശസ്തി പിടിച്ചു പറ്റിയില്ലേ? ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം വരെ അവനെ പൊഴുത്തുകയല്ലേ? അവൻ നാട് നന്നാക്കുക എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമെന്ന ഒരു പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല. അച്ഛന്റെ മനസ്സറിയാൻ കഴിയാത്തവന് പടിക്ക് പുറത്താ സ്ഥാനം. അച്ഛൻ നോക്കിക്കോ, ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും അച്ഛന് മത്സരിക്കാൻ വേണ്ടി. അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം. എങ്ങനെ? പുരയ്ക്കുമേതെ ചാഞ്ഞു നിൽക്കുന്നത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം. അവൻ ഇല്ലാതാകണം. എന്താ? എന്തു പറ്റി? ഞാൻ എടുത്തോളാം. ഹലോ ഉണ്ണി, 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 നീ എന്താടാ ഒന്നും ഉണ്ടാത്ത്? അച്ഛാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ നിൽക്കുക. എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് നീ പോയാ മതി. ഉടനെ എത്താം. അച്ഛനാ, ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടങ്ങ് വിളിച്ച് കേട്ടതാ. പിന്നെ ഇപ്പോഴാ ഇങ്ങോട്ട് വരണുണ്ടെന്ന്. ഈശ്വരാ.
കാരണം നിന്റെ യാത്ര ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല, ഞാനത് അടുത്ത ഫ്ലൈറ്റിനാക്കി. ഓഹോ, വരൂ അച്ഛാ. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് പകച്ചു. ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്ന് ഓർത്തല്ലേ? അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദനയാവില്ല മോനെ. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി. ശ്രമിച്ചില്ല. അധികാരത്തിന്റെ ലഹരിയിൽ പായായിരുന്നു ഇത്രയും കാലം. പ്രായമാകുന്നോറും കുട്ടികളുടെ മനസ്സാവുമല്ലേ? എന്ത് കണ്ടാലും സ്വന്താക്കണം എന്നൊരു മോഹം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യായി. ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജ്യമാണെന്ന്. എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന്. പ്രായശ്ചിത്തം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമെങ്കിൽ ഞാൻ മോന്റെ കാലം അങ്ങനെയൊന്നും പറയല്ലേ. മതിയായി, എല്ലാം മതിയായി. ഞാൻ ഇന്ന് വരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അച്ഛനെ വിശ്വസിക്കടാ. ഇനി നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചനം കാട്ടില്ല. മതി, എനിക്കിത് മതി. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു അച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ. അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഇനി എൻ്റെ അച്ഛന് വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ടടാ, എനിക്കിനി മന്ത്രി ഒന്നും ആകണ്ട. നീ ശരി, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത്. അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം. എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. മോളെ, വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായിച്ചവനാ ഞാൻ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും. നന്നായി വരും. ഉണ്ണി, ഇപ്പൊ എനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയാണെന്നറിയൂടാ. ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. വരട്ടേടാ. നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടൻ 2 പേരും തറവാട്ടിലേക്ക് താമസം മാറണം. മറ്റേ മോളെ, ഹലോ. എപ്പോ? മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാറപകടത്തിൽ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ. സംഭവ സ്ഥലത്തു നിന്നും ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിറ്റാരിക്കരയിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ എന്ന് ആർക്കറിയാം. അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. എന്നിട്ട് ആ സമയത്ത് ഒരു ഡൽഹി യാത്രയിൽ ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടെന്ന് എനിക്ക് അധികാരം, മന്ത്രിസ്ഥാനം. അച്ഛനെ എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന്.
ജോസഫേട്ടൻ അച്ഛൻ്റെ കൂടെ എങ്ങനെയാ? താനിതെങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ? അങ്ങോട്ട് അല്ല ഇങ്ങോട്ട്. കയറോ വണ്ടിയില്. ഇങ്ങോട്ട് കയറോ. ആള് മാറിപ്പോയില്ലല്ലോ. ഞാൻ ജോസഫാ. തന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞു? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കൊല്ലാൻ. വണ്ടി വിടണോ? 10-25 കൊല്ലം നിഴൽ പോലെ നടന്നതല്ലേ എൻ്റെ കൂടെ. താനുണ്ടാകണം ഇനി എന്നോടൊപ്പം. PA ആയിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട്. സാറിന് വട്ടായോ? താനൊന്നും ഉദ്ദേശിക്കണ്ട. ഇത്രയും കാലം എനിക്ക് വട്ട് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചറിവ് വന്നു. എൻ്റെ മോൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചിടും. എന്റെ ഈശോയെ, ഞാൻ എന്തായി കേൾക്കുന്നത്? ലക്ഷ്മിക്ക് സന്തോഷമായി കാണുമല്ലേ? അതല്ലേ രസം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോ അവൾ അന്തം വിട്ടു. ആ ഇടിയിൽ ഞാൻ തെറിച്ചുപോയി. അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ച എന്തിനാ? മനപ്പൂർവ്വം ആരോ ജയിച്ച പോലെ. സർ, ഒരു കാര്യം, ആ ലോറി ഡ്രൈവറും കിളിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്യൂ. ആരെയും വെളിയിലേക്ക് വിടണ്ട. Come on, round up, go fast. സാർ, Come on. Sorry, madam. Sir. ആ നോക്കോടെ. ആ നോക്കൂ. ആ ബാത്റൂമില്. എന്താ പ്രശ്നം? ആരെങ്കിലും ഉണ്ടോ? ആരും അങ്ങോട്ടാ നീ മേനോ സാറിനെ കൊന്നു? ഇവരിൽ ആര് പറഞ്ഞിട്ടാണ് നീ ഇവിടെ കയറി വിളിച്ചത്? നിർത്തുന്നുണ്ടോ? അമ്മേ, എന്താ എന്താ ഇവിടെ? അമ്മേ, ഇവന് അച്ഛനെ, എന്നിട്ട് ഈ വീട്ടിൽ തന്നെ. വേണ്ട, നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കിൽ അത് വേണ്ട. നിനക്ക് എന്ന് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം? ദയവ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് ഞാൻ പോവൂ. ഈ ലോകത്ത് എന്റെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എന്റെ അച്ഛനെ കൊന്നതെന്ന്. പറയടാ, ആരടാ നിന്റെയൊക്കെ പിന്നില്? ആരടാ നിന്റെയൊക്കെ പിന്നില്? പറയാൻ ആരടാ എന്റെ അച്ഛനെ കൊന്ന്? ഇവനെ തല്ലിക്കൊന്നാലും പറയില്ലടാ. എനിക്കറിയാം ആരാണെന്ന്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഞാൻ പറയാം. നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു? ഇന്നലെ ശകലം ലേറ്റായി. ശരി, ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു. എന്താ രാവിലെ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിലേക്കോ? അതെ, 20 കൊല്ലങ്ങൾക്ക് ശേഷം. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു. പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്തു. അവൻ വെറും പാവാ മോനെ, ശുദ്ധഭാവം. ഇപ്പം എൻ്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. നമുക്കെന്താടാ ഭ്രാന്തായിരുന്നു? ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഒടുവിൽ നമ്മുടെ ഉണ്ണിയെ ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ വയ്യ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ
സർക്കാരിന് തിരിച്ചേൽപ്പിക്കാൻ പോവാ. എന്താ നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ എന്തു പറയുന്നോ ഞാൻ അതുപോലെ ചെയ്യാം. ഇതുപോലെ തങ്കപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം. ആ, എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ? ആ പവി, അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരൻ്റെ കുറ്റസമ്മതം. എനിക്കിപ്പോൾ വേണ്ടത് മനസമാധാനം, മനസമാധാനം മാത്രം. സാർ ബെൻസേല് വേണ്ടടോ, പഴയ ശീലങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇതിൽ പോവാം. ശരി സാർ. വൈറ്റ് അംബാസിഡർ KL1888 എക്സ് മിനിസ്റ്റർ ബാലഗംഗാധര മേനോൻ 8 മണിക്ക് മുമ്പേ കാർ നാഷണൽ ഹൈവേ വഴി വരും. കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തീർക്കണം. ഓക്കെ? ആ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ല മോളെ, നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, മനസമാധാനമാണ് വലുതെന്ന്. നിന്റെ അച്ഛന് മനസമാധാനം വന്നപ്പോ എനിക്കത് നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അയാൾക്കിപ്പോ ഭ്രാന്ത, മോനോട് ഒത്തുകൂടി എന്റെ ഭ്രാന്ത്. നീ ഒന്നും അറിഞ്ഞിട്ടില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ശബ്ദിച്ചു പോരുത്, കൊന്നുകളയും ഞാൻ. ഇത് പുറലോകം അറിഞ്ഞ നീ നിന്റെ പുന്നാര മക്കളും പിന്നെ ജീവനോടെ ഭൂമിയിൽ കാണില്ല. മനസ്സിലായി? അയാള് ദുഷ്ടനാ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. ഞാനിത് പറഞ്ഞു, എന്നെ കുട്ടികളെ അയാള് കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം എന്റെ അച്ഛന്റെ ആത്മാവിനോട് പൊറുക്കില്ലടാ. മോനെ ഉണ്ണി, എന്നോട് പൊറുക്കടാ. ഹലോ, സിംഗപ്പൂർ ഫ്ലൈറ്റിന് ഓക്കെ അല്ലേ? അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വേണം. ആ എന്ത് തെറ്റാ എന്റെ അച്ഛൻ നിന്നോട് ചെയ്തേ? എന്തിനാ എന്റെ അച്ഛനെ നീ? ഞാനെന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലല്ലേ? ആഹാ, അപ്പൊ ഏതാണ്ടൊക്കെ അറിഞ്ഞു അല്ലേ? പക്ഷെ ആ കൊലയ്ക്ക് പിന്നെ ഞാനാണെന്ന് നിനക്കൊരു കോടതിയിലും തെളിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്ലാൻഡ് ആയിരുന്നടാ മാത്. ഇനി നീയാണ് എനിക്ക് പ്രശ്നമെങ്കിൽ കൊല്ലും ഞാൻ. എന്നിട്ട് കാശെറിഞ്ഞൊരു ബിനാമിയെ കൊലയാളിയാക്കി നിയമത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കും. വെറുതെ എന്റെ യാത്ര മുടക്കരുത്.
ഞാനിത് ചെയ്തില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നോ സർ, സാർ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ട ആളല്ല. നിങ്ങളെപ്പോലൊരു മന്ത്രിയെ ഈ നാടിന് ആവശ്യം. ജനങ്ങൾ അത്രമാത്രം പ്രതീക്ഷ സാറിന് അർപ്പിച്ചിരിക്കുന്നു. ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഇത് നമുക്ക് മറക്കാം സാർ. അതെ സാർ. ഹോം മിനിസ്റ്ററെ പ്രതി കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി അറ്റാക്ക് ചെയ്തു. ആസ് എ സെക്യൂരിറ്റി ഓഫീസർ എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു. CRPC 130, 131 FIR ക്ലോസ്ഡ്.